കൊച്ചാപ്പി വാടാ. അല്ല നമ്മള് പുറത്ത് ഇതിന്റെ സൈഡിൽ ഇരിക്കേണ്ടി വന്നു. ഓർമ്മയില്ലേ? കേറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. അങ്ങനെ ഇന്ന് കുഴപ്പമൊന്നുമില്ല. ആരും ചോദിച്ചാൽ കാട്ടിലാണോ അപ്പൊ കൊണ്ടുപോകും കാട്ടിലാണെന്ന് പറഞ്ഞു. നമുക്ക് ഇതാണോ കണ്ണൂർ കിങ് ബ്ലാക്ക് ജാക്കറ്റ്? കേട്ടിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കില് നമ്മളങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. Happy to see you, brother. Happy to see you too. Welcome back. Thank you bro. തട്ടിക്കൊണ്ട് സാനിയെ തട്ടിക്കൊണ്ട് മാമ. എടാ എന്നെ കൊച്ചി വിളിച്ചോണ്ട് പുറത്തുനിന്ന് കൊണ്ടുപോയി. ആരോ കൊണ്ടുപോയി. ഇതെന്താ വണ്ടി എന്താ പൂളിൽ കിടക്കുന്നേ? വെള്ളം നിറയ്ക്കാൻ പറ്റൂല ഗവൺമെന്റ്. അതാ പിന്നെ വണ്ടി ആയിക്കോട്ടെ. അവിടെ അടുത്ത് പോയിട്ട് ജയ കൊടുത്താൽ കണ്ണ് ഈ ചെയറിൽ വെച്ച കണ്ണ് ഇപ്പുറത്ത് ഈ ചെയർ നോക്കിയിരിക്കാം. നമ്മള് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നമ്മള് മീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം. അധികം സംസാരിക്കാൻ പറ്റിയില്ല. നല്ല തിരക്കുള്ള സമയമായിരുന്നു. അതെ. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. വരാറുണ്ടല്ലേ? വരാറുണ്ട്. നമ്മളൊരു പുതിയൊരു ഫാമിലി ഇവിടെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഇതിൽ നിൽക്കുക. എന്നിട്ട് എങ്ങനെ പോകുന്നു? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മള് എന്താ പറയാ, ഇങ്ങനെ തട്ടിയും വെട്ടിയും ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ അറിയാലോ സിറ്റിയിലുള്ള അവസ്ഥ. നമ്മള് അങ്ങനെ ഒരു ഇതല്ല. നമ്മള് മെയിനായിട്ട് PVP അല്ല, നമ്മള് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇപ്പൊ കറന്റ് നമ്മള് PVP ഇങ്ങനെ കോൺസെൻട്രേറ്റ് വരുന്നു. അതുകൊണ്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ എന്താ പറയാ, അതുണ്ടാവും. ഫസ്റ്റിൽ എന്തായാലും ഉണ്ടാവും, പിന്നെ റെഡി ആവുമല്ലോ. അങ്ങനെ തന്നെ അല്ലേ? ഞാനും നിങ്ങളെല്ലാം ഒന്നിച്ചിട്ടാ വന്നത്. ഒരേ ടൈമിലോ? ഒരേ ടൈമിലോ. പക്ഷെ നമ്മള് എന്നാലും നമ്മള് ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല, വെടിവെപ്പിലോട്ടൊന്നും. നമുക്ക് അതിനോട് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് അതെ നമ്മളെ സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ആക്കുമല്ലേ? അല്ല, നമ്മള് നല്ലവരായിട്ട് ജീവിക്കാൻ വിചാരിച്ചാലും അത് സമ്മതിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് ദുഷ്ടന്മാരായാലും കുഴപ്പമില്ല. അതെ, നമ്മളെ വേഷം കെട്ടിക്കും. അതാണ് സത്യം. ലോകം അങ്ങനെയാണ്. അതെ. ബിസിനസ് മച്ചു സംസാരിച്ചോ? അതെ, അതായത് പിന്നെ അല്ലെങ്കിൽ ഇവര് വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ എന്നുള്ളൊരു ഐഡിയയിലാണ് വന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ സിറ്റിയിൽ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് നമുക്കിപ്പോ ലേലം വിളിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ലീസും ഇതിങ്ങനെ കൊടുക്കൂല എന്നാണ് കേട്ടത്. കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങൾ വന്ന് സംസാരിച്ച് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലീസിന് കൊടുക്കാന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നിങ്ങളുമായിട്ടുള്ള നിങ്ങളെ ഓണർ എന്നുള്ള രീതിയിൽ തന്നെ ഇവര് നടത്തിക്കോളും. അല്ല, ഇതിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു കാര്യം, ഇതില് നമുക്കിപ്പോ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് ഷമീറിന് എന്നെയും എനിക്ക് ഷമീറിനുള്ള ട്രസ്റ്റ് ആണ്. കാരണം നമ്മളിപ്പോ ഞാനിപ്പോ ഇത് ഞാൻ തരുന്നത് ഷമീറിന്റെ കീഴിൽ ആ പമ്പ് കൊണ്ടുപോകും. അത് എത്ര മാസമാണ്? ഇപ്പൊ 1 മാസം 2 മാസം 2 മാസം 3 മാസം 3 മാസം. ഓക്കെ, നോ ഇഷ്യൂസ്. നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നതിലോട്ട് ഞാൻ ഇന്റർഫിയർ ചെയ്യാൻ വരത്തില്ല. കംപ്ലീറ്റ്ലി പ്രോഫിറ്റിലോ അല്ലെങ്കിൽ അവിടെ വന്നിട്ട് അതിലെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ഞാൻ വരത്തില്ല. ഓക്കെ, അത് ഷമീറിന് ഇപ്പൊ എന്നെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയുക, എനിക്ക് ഷമീറിന് പേഴ്സണലി അറിയില്ല, എനിക്ക് ഷമീറിന് പേഴ്സണലി അറിയില്ല. സോ ഒബ്വിയസ്ലി ആ ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഷമീറിന്റെ ആൾക്കാർക്ക് സിറ്റിയിൽ വരാൻ പറ്റിയിട്ടില്ല, ഓടാൻ പറ്റിയിട്ടില്ല. സോ അന്ന് ചിലപ്പോ അത് എമൗണ്ട് വന്നില്ല. ചിലപ്പോൾ ഷമീറിന് ഒരു ഡൗട്ട്, അവൻ വന്നിട്ട് എടുത്തോ എന്നൊരു ഡൗട്ട് വന്നാൽ അവിടെ തീർന്നു.
അതെ മനസ്സിലായോ? അതെ 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 അതെ. അപ്പൊ അത് നമുക്ക് ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം വേണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കറന്റ് ഞാനിപ്പോ എല്ലാ ദിവസങ്ങളിലും പോകാറുണ്ട് പമ്പിൽ, ഞാൻ നോക്കും. അപ്പൊ അതിൽ എണ്ണ കാര്യങ്ങളില്ലെങ്കിൽ മാത്രം ഞാൻ എൻ്റെ പിള്ളേരെ വിളിച്ച് ഓടിപ്പിച്ച് എണ്ണ നിറയ്ക്കും എന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കില്ല. ഈ ഒരു പമ്പ് എനിക്ക് സാബുഗുരുവിനെ ക്ഷമിന്ന് അറിയാലോ. അറിയാം അറിയാം അതെ. ഇവിടെ ഞാൻ ഫാമിലി ആയിട്ട് വരുന്നതിനെക്കാട്ടും മുന്നേ എനിക്ക് സാബുഗുരു ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു പമ്പാണ് ഇപ്പൊ കറന്റ് നമ്മുടെ ഡിയാസിന്റെ പമ്പായിട്ടുള്ളത്. ഓക്കെ. സോ അതുകൊണ്ട് നമ്മൾ വൺസ് നമ്മളിവിടെ ഗ്യാങ് ആയിട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് വന്ന ഓപ്ഷനിൽ തന്നെ ഞാൻ ആ പമ്പ് വിളിച്ചെടുത്തതാണ്. അതായത് എൻ്റെ പേര് വേണം എന്നുള്ള രീതിയിൽ. അതെന്റെ ഒരു മെമ്മറിയാണ് ആ പമ്പ്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ആ പമ്പിൽ എണ്ണ ഇല്ലാതിരിക്കാൻ ഞാൻ നിൽക്കാറില്ല. പക്ഷെ അതിൽ ഞാൻ ഫിറ്റ് നോക്കിയിട്ട് ആയിരുന്നില്ല നോക്കുന്നത്. ഓക്കെ. സോ ഇപ്പൊ മച്ചാൻ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ഷമീറിന് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മളെ കൊണ്ട്, അപ്പൊ അത് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ എന്നെ സഹായിച്ചത് സാബുഗുരുവാണ്. സോ ഇപ്പൊ കറന്റ് ഷമീർ ഇപ്പൊ ഇവിടെ തിരിച്ച് കംബാക്ക് അടിച്ചതാണ്. സോ അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവാം. സോ ഷമീറിന് ഒരു ബിസിനസ് തുടങ്ങാൻ ഇത് തുടക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ. എനിക്ക് തരാൻ പറ്റുന്ന എൻ്റെ വേർഡാണ്. വൺസ് നിങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ വരത്തില്ല. ഷമീർ ചോദിച്ചിരുന്നു എഗ്രിമെന്റ് തന്നെ കിട്ടും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ അവർക്ക് ലീസിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എഗ്രിമെന്റ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. വാക്കാണ് നമുക്ക് ഏറ്റവും വലുത്. അതാണ് ഷമീർ ഇപ്പോൾ ഉള്ള കറന്റ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല്. മനസ്സിലായി. എനിക്ക് ഷമീറിന് ആ പമ്പിൽ ഫുൾ ആക്സസ് തരാൻ പറ്റും. ഓക്കെ. പക്ഷേ ആസ് പെർ ദി ഗവൺമെന്റ് ഓർഡർ ഞാനായിരിക്കും അതിന്റെ ഓണർ. സോ അവിടെ എനിക്കും ഷമീറിനും അവിടെ ഫുൾ ആക്സസ് ആണ്. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പറഞ്ഞോ. ഇപ്പൊ നമ്മള് പറഞ്ഞതില് ഫസ്റ്റ് ബ്രോ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ് നമ്മളെ ഇടയിലുള്ള ഒരു പ്രശ്നം. അപ്പൊ നമുക്കൊരു 2-3 ദിവസം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോ ഡെയിലി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡെയിലി വന്ന് കണ്ട് സംസാരിച്ചൊരു ട്രസ്റ്റ് ബിൽഡ് ആയിട്ട്, അതായത് എനിക്ക് ബ്രോനോടും ബ്രോക്ക് എന്നോടും ഒരു ട്രസ്റ്റ്. അതാണ്. അതായത് ഇപ്പൊ നമുക്ക് പമ്പിലോട്ട് പോവാം. ഓക്കെ. ഇപ്പൊ അവിടെ കറന്റ് എത്ര എമൗണ്ട് ഉണ്ടോ ആ എമൗണ്ട് നമുക്ക് അത് ഞാൻ അതായത് എന്റെ വക ഒരു എമൗണ്ട് ഞാൻ അതിനകത്ത് ഇടാം. ബാക്കി എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്യും. ആ എമൗണ്ട് ഷമീർ ഇന്ന് കാണും. ഇന്നിപ്പോ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഷമീർ ഇന്ന് മുതൽ അറിയാം ആ പമ്പിൽ എത്ര എമൗണ്ട് ഉണ്ട്. ഓക്കെ. അതിനുശേഷം അങ്ങോട്ടേക്ക് ഷമീർ നോക്കിക്കോ. അതായത് എല്ലാ ദിവസവും ഷമീർ മോണിറ്റർ ചെയ്യുക എത്ര പൈസ വരുന്നുണ്ട്. അതായത് ഷമീറിന് അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ ഷമീറിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും ആക്സസ് കൊടുക്കുക ഫണ്ട് നോക്കാനുള്ള. അപ്പൊ ഷമീറിന് അറിയാൻ പറ്റും എല്ലാ ദിവസവും എത്ര വരുന്നുണ്ട്, എത്ര ഫണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എടുക്കുന്നില്ല എന്നതാണ് ഞാൻ ഷമീറിന് തരാൻ പറ്റുന്ന എന്റെ വാക്ക്. അതായത് ഞാൻ എടുക്കത്തില്ല എന്നതാണ് എനിക്ക് തരാൻ പറ്റുന്ന വേർഡ്. ഓക്കെ. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഇവർക്ക് പിന്നെ പമ്പിന്റെ ആക്സസ് കൊടുക്കുന്നതോ ഇതിൽ ആഡ് ചെയ്യുന്നതോ ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല. അതെ, എന്റെ ന്യൂ സ്റ്റാർട്ട് ആയിരുന്നു ബിസിനസ്സിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇവരോട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് അത് കുഴപ്പമില്ല. ഇപ്പൊ ലേറ്റ് നൈറ്റ് ആണോ വേണ്ടത്? എങ്ങനെയാ ഷമീറിന് വേണ്ടത്? എങ്ങനെയാ ലേറ്റ് നൈറ്റ് ആണോ? ലേറ്റ് നൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ലേറ്റ് നൈറ്റ് ആണോ വേണ്ടത്? ഓക്കെ. അപ്പൊ ഞാന് ലേറ്റ് നൈറ്റ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പയ്യനുണ്ട് എന്റെ കൂടെ. അവനായിരുന്നു ആദ്യം അവിടെ പമ്പ് മൊത്തം ഓടിക്കൊണ്ടുവന്നത്. ഓക്കെ. സൈറസ് എന്നാണ് അവന്റെ പേര്. അവൻ നല്ല വേണമെങ്കിൽ എന്താണ് ഓടാൻ പറഞ്ഞാൽ അവൻ നിങ്ങളെ കൂടെ വന്നിട്ട് ഓടാനും കാര്യങ്ങളും എല്ലാത്തിനും നിന്നു, വണ്ടി ഓടാനൊക്കെ. അപ്പൊ അവനിപ്പോ കറന്റ് അവൻ വന്നിട്ടില്ല. അവൻ കുറച്ച് കഴിഞ്ഞാൽ വരും. അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഷമീറായിട്ട് സംസാരിച്ച് അവനെ ഷമീറിനെ പരിചയപ്പെടുത്തി. പിന്നെ അത് നിങ്ങൾ ഇതായിരുന്നു. ഓക്കെ. ഞാൻ ആ സൈഡിലോട്ട് വരത്തില്ല. ഞാൻ ഇപ്പൊ വരാം. നമുക്കിപ്പോ അവിടെ പോവാം. നമുക്ക് ആ ലൊക്കേഷനിലേക്ക് ഒന്ന് പോവാം. ബാക്കിയുള്ള അങ്ങോട്ടേക്ക് പോവാം. നമ്പർ എത്രയാ? എങ്ങനെയുണ്ട് ഷമീറെ കംബാക്ക്? വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകണം എന്നാണ് ആഗ്രഹം. അതെ അതെ അതെ. പഴയ കണ്ണൂർ സിംഗത്തിലോട്ട് തിരിച്ചെത്തണല്ലേ? അതെ, കുറച്ച് സ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ഉണ്ട്. എനിക്ക് നമ്പർ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് നമ്പർ ഒന്ന് ഷെയർ ചെയ്യും. ഇതിലൊരാൾ കൊടുക്കാൻ പറ്റില്ല. മക്കളെ നിങ്ങള് കൊച്ചാപ്പി വാട്ടോ.
കൊച്ചാപ്പി ഉണ്ടല്ലോ. എടാ കൊച്ചാപ്പിയും കൂടി കേട്ടാ. നിങ്ങളിപ്പോ എത്ര 5 പേരാണ്? നമ്മളിപ്പോ 4 പേര്. ഇന്ന് 4ാമത് ഒരാൾ വന്നു. 4ാമത് വന്നു. ഇതില് ഒലങ്ക ഇതില് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവര് പുതിയ ഫാമിലി ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് സിറ്റിസൺസിനെ റിക്രൂട്ട് അതായത് പമ്പിൽ ഓടിച്ചിട്ട് നല്ലതാണോ ഇല്ലെന്ന് ഇവർക്ക് അറിയാൻ വേണ്ടി പറ്റും. കമ്മ്യൂണിക്കേഷൻ ഡെയിലി നടത്തുവാണെങ്കിലേ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇവർക്ക് റിക്രൂട്ടും ചെയ്യുന്നു. തിരിച്ചു പോവോ? ഒരു പയ്യനെ കൂടി എടുക്കാണ്ട്. അവന് വണ്ടി കിട്ടിയില്ല. ലിങ്ക് ആവുന്നില്ല എന്ന് പറയണ്ടടാ. ആരെങ്കിലും ഒന്ന് ലിങ്ക് ഇട്ടടാ നിജാസെ. ഇവർക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അതെ അത് വേണം. അതെ പക്ഷെ ഷമീറ, ഞാനൊരു കാര്യം പറയട്ടെ. ഫാമിലി ഇപ്പൊ കറന്റ് നിങ്ങളെ കൂടെ തന്നെ വന്ന് ഇപ്പോഴും റൺ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പറയാം. നിങ്ങള് കമ്മ്യൂണിക്കേഷൻ നോക്കിയിട്ട് എടുക്കരുത്. അല്ല, ഞാൻ മെയിൻലി PvP ആണ് നോക്കുന്നത്. ഷമീറിന് അറിയാലോ. എടാ ഇത് ഈ അപ്പൊ കമ്മ്യൂണിക്കേഷൻ മൊത്തം നോക്കിയത് ഷമീർ. അല്ല എനിക്ക് കമ്മ്യൂണിക്കേഷന് ഞാനിപ്പം വന്ന ആദ്യം ഞാൻ വന്നു. പിന്നെ കൊച്ചാപ്പി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി PvP ആണ്. പിന്നെ എക്സിയും അത്യാവശ്യം PvP ആണ്. ഇപ്പം വേറൊരാൾ വന്നിട്ടുണ്ട്. മൂപ്പരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടും ഈ PvP നോക്കാനാണ് നമുക്ക് താല്പര്യം. ആൾക്കാർ വരും പമ്പിലേക്കാണെങ്കിൽ ആൾക്കാർ വരും. ആൾക്കാരെന്തായാലും ഉണ്ടാവും. രണ്ടും കൂടെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ നമുക്ക് ഒരു വിലയാണ്. കൂടെ ആക്കുന്ന ആളുണ്ടെങ്കിൽ പുതിയ ഗ്യാങ്ങാണോ? അല്ല, അതെ. ഞാൻ വേറെ കാര്യം പറഞ്ഞത്, നിങ്ങളെ ഇപ്പൊ പറഞ്ഞതിന്റെ ബേസിസിലാണ് ഞാൻ പറയണേ. എന്ന് വെച്ചാ നിങ്ങളിപ്പോ പറഞ്ഞാൽ ഒരു PvP കോൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എത്ര നല്ലൊരു പ്ലെയറാണ്. നമ്മുടെ കൂടെ നിൽക്കണ ഒരു പ്ലെയറെ നമ്മൾ എടുത്ത് ട്രെയിൻ ചെയ്ത് അവനെ നമ്മുടെ കൂടെ നിർത്തി കളിപ്പിച്ചു കഴിഞ്ഞ് അവനെ എങ്ങനെ കുത്തും, എങ്ങനെ കളിക്കും, എങ്ങനെ അവനെ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ കളിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓട്ടം നമുക്ക് അറിയാൻ പറ്റും. അതായത് കംപ്ലീറ്റ്ലി സ്ക്രാച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനാണ്. കംപ്ലീറ്റ് സ്ക്രാച്ച് അല്ല, ഒരു മിനിമം ഗൺ ബേസ് ഗൺ പവർ ബേസ്ഡ് ഉള്ള ഒരു പ്ലെയറിനെ എടുത്തിട്ട് കൂടെ നിർത്തി കളിപ്പിച്ചിട്ട് എടുക്കാണ് ഒരു കാര്യം. അല്ലാണ്ട് നിങ്ങൾ ഒരു ഗൺ പവർ ബേസ്ഡ് പ്ലെയറിനെ റിക്രൂട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അവരായിട്ട് സിങ്ക് ചെയ്ത് വന്ന് പിന്നെ അവർക്ക് അവര് ഓൾറെഡി അവരുടെ വേറൊരു ഗ്യാങ് പോലെ അവരെവിടെയും കളിച്ചു വന്നായിരിക്കും. അനുഭവം ഒന്ന് രണ്ട് മാസം കൊണ്ട് ചെയ്യേണ്ട സാധനമല്ല ഇത്. ഒരു ടൈം പീരീഡ് എടുത്ത് ചെയ്യുന്ന. അതെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. നമുക്ക് അറിയില്ല, നമ്മൾ ടൈം പീരീഡ് എടുത്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളായാലും DRS ആയാലും ഞാൻ അറിയാലും പുതിയ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളായാലും കുറച്ച് വാറൊക്കെ ചിലപ്പോ ആദ്യത്തെ കുറച്ച് നാള് മറ്റേ ട്രീനിയർ റൈവൽ സ്റ്റില്ലർ ഇതെന്ന് പറയണ പോലെ അതുപോലെ അങ്ങ് ട്രെയിൻ ചെയ്തെടുത്താ പിള്ളേരെ. അതെ. അല്ല, കുറച്ച് PvPയും പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇല്ലടാ കൊച്ച, അതിനകത്ത് കാര്യം ഞാൻ പറഞ്ഞെ. ഇപ്പൊ എന്റെ DRS ഞാനിവിടെ നമ്മള് ഫോം ഫാമിലിയായിട്ട് ഫോം ഇടുന്ന സമയത്ത് അതിന് മുന്നേ 3 മാസം മുന്നേ ഇവന്മാർ എന്റെ കൂടെ ഉണ്ട്. ഞാനിവിടെ ഫാമിലിയായിട്ട് കയറുന്നതിന് മുന്നേ ഇവന്മാർക്ക് ആർക്കും PvP ഇല്ല, 0. ഓക്കെ, ഇവന്മാര് ഇവിടെ സിറ്റിയിൽ വന്നിട്ട് 3 ദിവസം 4 ദിവസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള പിള്ളേര് കൂടെ ചേർന്ന് എന്നെ വിശ്വസിച്ചു. അവന്മാർ എന്റെ കൂടെ ചേർന്നു. അപ്പൊ ഞാൻ അവന്മാരോട് പറഞ്ഞു, മക്കളെ നമുക്ക് വെടി വേണം, വെടിയൊക്കെ വെക്കണം. അപ്പൊ അതിന്റെ രീതിയിൽ നിങ്ങൾ ട്രൈൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അവന്മാര് നല്ല രീതിയിൽ ട്രൈൻഡ് ചെയ്തു. ഞാനിവിടെ വൺസ് ഗ്യാങ്ങായിട്ട് വന്നു. ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ആള് പോലും ഞാൻ പോകുന്നതാണ് ഇറങ്ങുന്ന പോയിട്ടില്ല. മനസ്സിലായി. ഇപ്പൊ കറന്റ് 7 മാസമായി. 7 മാസമായി. നമ്മളെ ഡൗൺ ടൈമിലും കൂടെ നിൽക്കാൻ പറ്റണം അല്ലെ? വേറെ പോന്നാണ്, എനിക്ക് പറ്റത്തില്ല. ഇതൊന്നും അല്ല.
അല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഒരു പാടാക്കി എടുത്തിട്ടാണ് മുന്നോട്ടേക്ക് പാടാണ് നമ്മളൊക്കെ വലിയ പാടങ്ങളിൽ നിന്ന് വന്നു. എനിക്കിപ്പോ ഞാൻ പറയുകയാണെങ്കിലേ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ്. ബ്രോ പേരൊന്നും അറിയാം കൊച്ചാപ്പിയുടെയൊക്കെ കൂടി ഇന്ന് ചന്തയ്ക്ക് അടിച്ചു കൊടുത്തു. ലീഡർ ബ്രോ പേര് സൗണ്ട് ഇല്ല. ഷമീറ ലൊക്കേഷൻ സെറ്റ് ആണോ? ഷമീറിന്റെ സൗണ്ട് ഇല്ല. കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കൊച്ചാപ്പി സൗണ്ട് ഇല്ല. സൗണ്ട് കേൾക്കുന്നില്ല. ഹലോ കൊച്ചാപ്പി പറഞ്ഞു ലൊക്കേഷൻ ഇത് ഓക്കെ ആണ്. കൊച്ചാപ്പി ഓക്കെ ആണോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ഒന്നിങ്ങോട്ട് വരുമോ? ഞാൻ പറയുകയാണെങ്കിലേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിറ്റിക്കകത്ത് വന്നിട്ട് ഒരു 5 മാസമേ ആയിട്ടുള്ളൂ. ഈ 5 മാസത്തിന്റെ അകത്ത് ഞാൻ കളിക്കാത്ത റോളില്ല, അല്ലെങ്കിൽ ഞാൻ ആവാത്ത റോളില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം അനുഭവിക്കാൻ പറ്റുമോ ഒരു സാധാരണ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ വന്ന ഒരു വ്യക്തി ഒരു 2 വർഷം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കിട്ടാവുന്ന എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ, അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലീഡർ ആയിട്ടുണ്ട്, കോ ലീഡർ ആയിട്ടുണ്ട്, മെമ്പർ ആയിട്ടുണ്ട്, അവിടുന്ന് പുറത്തായിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഇനി പറഞ്ഞ പോലെ ബ്രോ പറഞ്ഞ സജഷനും കൂടി ഞാൻ ഓൾറെഡി ആലോചിച്ചതാണ്. നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ സംഭവം ആലോചിച്ചത്. കാരണം നമ്മളെ ഡൗൺ ടൈമിലും കൂടി നിൽക്കുന്ന ആൾക്കാർ വേണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചതാണ്. അല്ലാതെ നമ്മളെ ഇതാവുമ്പോ മാത്രം വരുന്ന ആൾക്കാരെ നമുക്ക് അത്ര ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവര് വേറൊരു ഇത് കാണുമ്പോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കാണുമ്പോ അവര് അങ്ങോട്ടേക്ക് പോകും. അതെ 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 കുറ്റം പറയാൻ പറ്റില്ല. അതെ 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 അവര് നാളെ അതിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവിടത്തേക്കും പോകും. സോ അതൊരു ഇതായിട്ടുള്ള റൂട്ടുള്ള ബന്ധമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. അതായത് പറഞ്ഞത് ഇപ്പോ ഷമീറ, ഇപ്പൊ എന്റെ കോളേജിലായിട്ട് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ അത്യാവശ്യം നല്ല രീതിയിൽ PvP അടിക്കുന്ന നിർത്തണം. ഇപ്പൊ വേറെ ഫാമിലിയിൽ നിന്നൊക്കെ കോള് വന്നു. അവനോട് അവർ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്, എടാ നിങ്ങൾക്ക് അടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നിനക്ക് നല്ല കാപ്പബിലിറ്റി ഉണ്ട്, നീ ഇങ്ങോട്ട് വായോ, നിന്നെ നമ്മൾ ബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, അതിന്റെ കമ്മിറ്റ്മെന്റ്. അവൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് അവൻ ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അതെ 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 അപ്പൊ അതിന്റെ ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് നമ്മള് ഫ്രഷേഴ്സിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അവന്മാരെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് കൂടെ കൂട്ടാം, ഇട്ടേച്ച് പോകത്തില്ല. അതെ, ട്രെയിൻ ചെയ്ത് എടുപ്പിക്കേണ്ട ഒരു സമയത്തിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടാവൂ അല്ലേ? അതെ, ആ ഒരു ടൈം നമ്മൾ കുറെ സഹിക്കേണ്ടി വരും. അതെ, സിറ്റിയിൽ ഫാമിലി ഒക്കെ ഞാൻ അറിയാലോ. അപ്പൊ ആ ഒരു ഇൻസൾട്ട് ഉണ്ടാവും, കുറെ ആൾക്കാർ വിളിക്കുന്ന ആൾക്കാർ ചവിട്ടിത്താത്തലുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് നമുക്ക് ഓക്കെ ഫൈൻ, നമുക്ക് നമ്മൾ ഇട്ട് പോകാൻ നമുക്ക് സിമ്പിൾ ആണ്, പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് കൂട്ടിക്കെട്ട് പോയാൽ വലിയ ടൈം ഒന്നും വേണ്ട, മതി മരി നിർത്തി അങ്ങനെ പറഞ്ഞ് നമുക്ക് പോവാം. പക്ഷെ സാധനം പിന്നെ ബിൽഡ് ചെയ്തെടുക്കലാണ് പണിയല്ല. ഞാനും ഈ ചെറിയൊരു കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പൊ ഞാൻ തന്നെ മൈൻഡ് ഫക്ക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നമുക്ക് നിർത്താം മതി. അപ്പൊ ഇവന്മാര് പറഞ്ഞിട്ടുണ്ട്, എന്നെ മാമാന്ന് എല്ലാരും വിളിക്കുക. ഇവന്മാരുടെ ഏജ് ഇതില് എല്ലാരും എന്നെ മാമാന്ന് വിളിക്കും. ഇവന്മാർ പറഞ്ഞ ഒറ്റ ഡയലോഗ്, മാമ നിങ്ങൾ എന്തിനാ നിർത്തി പോണേ, നമ്മൾ 15 പേരില്ലേ, നമ്മൾ 15 പേര് മതി, അവര് വന്ന് അടിക്കട്ടെ, വന്ന് അടിച്ചിട്ട് പോട്ടെ, എന്താ പ്രശ്നം, നമ്മൾ കുറച്ച് ഗണ്ട് പോകും, നമുക്ക് എടുക്കാം ഉണ്ടാക്കാം. ഇത് അവന്മാരെ കോൺഫിഡന്റ് ആയിരിക്കും. അതിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അതെ, അങ്ങനെ ഒരു ടീം നമുക്ക് വേണം. അത് തന്നെ സത്യം സത്യം സത്യം. എന്റെ മുമ്പത്തെ അവസ്ഥ പറയാനാണെങ്കിൽ, ഞാൻ മുമ്പ് ഇറങ്ങുമ്പം ഈ പറഞ്ഞ പോലെ 2-3 വെഹിക്കിൾസ് ഉണ്ടാവും, ടീം ഉണ്ടാവും എന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഡെയിലി. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കുറച്ച് ഇൻസിഡൻസിന് ശേഷം ഞാൻ വരുമ്പോ ഇപ്പം കംപ്ലീറ്റ്ലി ഞാൻ ഒറ്റക്കാം. ഞാൻ അറിയാലോ, ഞാൻ ഈ പറഞ്ഞ പോലെ വരുമ്പം തന്നെ ഞാൻ അങ്ങനെ ഒരു രാജാവിനെ പോലെ വന്നതാ. പിന്നെ പെട്ടെന്നൊരു ദിവസം അതെ അതെ ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒന്നും അല്ലാണ്ടായി, മനസ്സിലായി. പെട്ടെന്ന് ഒരു ദിവസം ഒന്നുമല്ല, ആരും അല്ലാത്ത പോലെ ഒരു ഫീല് വന്നു. പിന്നെ എന്റെ കൂടെ ആകെ ഉണ്ടായ ആളാന്ന് ഈ പറഞ്ഞ കൊച്ചാപ്പി എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടായുള്ളൂ. ഇപ്പൊ നമ്മള് 2 3 ഇന്ന് 4 നാളെ ഇനിയിപ്പോ 5 അങ്ങനെ അതാണ് നമ്മള് ചിന്തിക്കുന്നത്. അങ്ങനെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും എല്ലാം സെറ്റാണ് ഷമീറ. എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, എപ്പോഴാണെങ്കിൽ വിളിക്കാം, നമ്മളിവിടെ ഉണ്ട്. അവിടെ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെങ്കിലും വേണമെങ്കിൽ ആക്സസ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇത് മാത്രമാണ്.
റേഡിയോ ആവശ്യമുണ്ടെങ്കിൽ 31 കേട്ടിട്ട് പറഞ്ഞാൽ മതി. കണക്ട് ചെയ്യാൻ പറഞ്ഞേ. നമ്പർ ഒന്ന് തരുമോ? ഞാൻ നമ്പർ തരാം. ഇത് ഒഫീഷ്യലാക്കിയല്ലേ കണ്ണൂർ കിങ്? അതെ 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 അതെ. ആദ്യം ഒരു തമാശക്ക് തുടങ്ങിയായിരുന്നു. കിട്ടിയില്ലേ? കിട്ടി 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 കിട്ടി. ഡീലിന്റെ സംസാരിച്ചോ? ഡീല് ഡീല് അത് നിങ്ങൾ സംസാരിച്ചോ. മച്ചു കണ്ണൂർ അല്ല ഇവിടെ തന്നെ പറയാം, കുഴപ്പമില്ല. അത് ഇപ്പം ഏകദേശം ഇവിടുന്ന് ലാഭം എന്ന് പറയുന്നത് ഞാൻ മറ്റേ പമ്പിന്റെ കേട്ടോ പറഞ്ഞത്, ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. ഏകദേശം 10 to 15 ലക്ഷം വരെയാണ് ലാഭം. പഴയ പോലെ ഇപ്പൊ 25 ലാഭമില്ല, 15 ലക്ഷം വരെ ലാഭം വരും. എല്ലാവരും 700-800 കോടിക്കെല്ലാം പമ്പ് വിളിച്ചെടുക്കുന്നത്. ലീസിന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് 300 കോടിയാണ് ഇപ്പം ഇവർ ചോദിച്ചത്. ഒരു മാസത്തേക്ക് 300 കോടി. ഒരു മാസത്തേക്ക് 300 കോടി. ഇപ്പൊ നിങ്ങൾ നല്ല വർക്കേഴ്സിനെ വെക്കുവാണെങ്കിൽ, നിങ്ങൾ നല്ല ഇത് ചെയ്യുകയാണെങ്കിൽ 1000 കോടി വരെ ഉണ്ടാക്കാൻ പറ്റും സുഖമായിട്ട്. ഇത് നല്ല വർക്കേഴ്സ് അത്യാവശ്യം കൂടുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കില്ലേ? അല്ല നിങ്ങള് എത്ര ഉണ്ടാക്കുന്നുണ്ട് മാമൻ? ഇല്ല നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടെ എണ്ണയില്ല അമ്മമാരെ കൊണ്ട് ഓടിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 30-37 ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ നല്ല പുതിയ വരുന്ന ഗ്യാങ് എല്ലാം മറ്റേ ലോയാലിറ്റി പോയിന്റിന് വേണ്ടിട്ട് അവിടെ വന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ വന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു പ്രോഫിറ്റ് അവരിപ്പോ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു മാസം റൺ ചെയ്ത് നോക്ക്, പ്രോഫിറ്റ്. ഷമീറിന്റെ മനസ്സിലൊരു ഇതുണ്ടാവില്ലേ? ഷമീർ പറഞ്ഞു എങ്ങനെ എമൗണ്ട് ആണോ? ഒരു മിനിറ്റ്. ഹലോ, ഒരു ചെറിയൊരു മീറ്റിംഗിലാ, കഴിഞ്ഞ വിളിച്ചാ വയ്യ. പറഞ്ഞോ 100. ഉണ്ടോ വൈറ്റാ വേണ്ടേ? കൊണ്ടുതരാം. 100 ഞാനൊരു അരമണിക്കൂറിൽ എത്തിച്ചാൽ മതിയോ? ഹലോ ഷമീർ, ഒരു മിനിറ്റ് മാമ, ഒരു മിനിറ്റ്. നിനക്ക് എത്ര വരെ കൊടുത്തിട്ടെടുക്കാൻ പറ്റും 1 month? ഇങ്ങോ ഞാൻ പറയാണെങ്കില് കൊച്ചാപ്പി ഇങ്ങോട്ട് വരുമോ? ഞാൻ പറയാണെങ്കിലേ 1 monthന് ഇത് ഒരു 3 monthലേക്ക് ഓട്ടിക്കുമ്പോ ഇത് കൂടുവോ? മീൻസ് റേറ്റ് കുറഞ്ഞ് നമുക്ക് ലാഭം ഉണ്ടാവും. അതായത് പിന്നെ 3 മാസം എടുക്കുമ്പോൾ കൂടും. നമുക്ക് 2 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ ഏറ്റവും ഇത് 2 മാസത്തേക്ക് നോക്കിയാൽ മതി. അല്ല 2 മാസം വേണ്ട, നമുക്കൊരു 1 month ഓടിച്ച് നോക്കിയാ പോരെ? എന്നിട്ട് 1 month ഓടിച്ച് നോക്കിയാൽ പ്രോഫിറ്റും കാര്യങ്ങളും നോക്കാം. അതായത് ഒരു 500-600 CR ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇവര് ബ്ലാക്ക് എടുക്കുമല്ലോ, ഇവര് ഗ്യാങ് അല്ല. അപ്പൊ ഇവർക്ക് ചോദിച്ചോക്കാം. അല്ലെങ്കിൽ 2.5 രണ്ടുപേര് നമ്മൾ ഡീൽ നടത്തിയില്ലേ, അവരോടും സംസാരിച്ചിട്ട് നാളെ പറയാം അല്ലേ? താല്പര്യം ഉണ്ടോന്ന്, വർക്കിങ്ങിനും താല്പര്യം ഉണ്ടോന്ന് നമുക്ക് ചോദിക്കാം. അല്ല അത് നിങ്ങളെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ആൾക്കാർ വരൂടാ. ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ. ഞാൻ പറയുന്ന മച്ചു, ഇന്നിപ്പോ എന്തായാലും നമുക്ക് ഇന്നിപ്പോ എന്തായാലും ഡീൽ ഉറപ്പിക്കാൻ പറ്റൂല. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു ഇതിൽ വെക്കാം. സംസാരിച്ച അതാണ് പറഞ്ഞത്. ഒരു 300-400 കോടി 400-500 കോടി 300 വരെ എത്തിച്ചു. അപ്പൊ നിനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നമുക്ക് ചോദിച്ചോക്കാം. ഇപ്പൊ മാമൻ ചോദിക്കുന്ന എത്രയാ? 300 അവൻ പറഞ്ഞത്. 300 കോടി 1 monthലേക്ക്. അതായത് നമുക്ക് ചോട്ടിട്ട് പറഞ്ഞത് 400 പറഞ്ഞത്. നീ ചോട്ടിട്ടാക്കിയതാണോ 300? 300. നീ ഒരു 250 ചോദിച്ചോ? 250 ചോദിക്കാം. കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, 250 ചോദിച്ചിട്ട് അല്ലാണ്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ? നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ ചെയ്യുന്നത് അതുണ്ടാവില്ല. അത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്യാം. അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ 250 CR ആണെങ്കിൽ ഞാൻ ഇതിപ്പം ബ്ലാക്ക് അല്ലല്ലോ. ബ്ലാക്ക് അവരോട് പറയാം, വിളിച്ചിട്ട് സംസാരിക്കാം. ബ്ലാക്ക് ആവുമ്പോ എത്ര കിട്ടും? 2.5 വെച്ചിട്ടാണോ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞത്? നമുക്ക് സംസാരിക്കാം. ഇത് ഡീല് നമുക്ക് നോക്കാം. ഓക്കെ. മാമോ പറഞ്ഞു. അപ്പോ നമുക്കൊരു
നമ്മളതിൽ ബ്ലാക്ക് ആണ് ഉള്ളത്. നിങ്ങൾ ബ്ലാക്ക് എടുക്കുവോ? ആ ബ്ലാക്ക് നിങ്ങൾക്ക് എന്തായാലും ഗ്യാങ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ഇല്ലേ, ഞാൻ വിളിച്ച് എമൗണ്ട് ചോദിച്ചില്ലായിരുന്നോ? ആ അത് ഇവന്റെ അടുത്താണ് ബ്ലാക്ക് ഉള്ളത്. നിങ്ങൾക്ക് എന്തായാലും ആവശ്യമായിരിക്കുമല്ലോ ബ്ലാക്ക്. ആ അപ്പോ നമ്മൾ 250 ആണ് ഉദ്ദേശിക്കുന്നത്. 250. ഓക്കെ ഓക്കെ ആണോ? 1 മന്ത് എനിക്ക് കിൽഫീൽഡ് വന്നിരിക്കുന്നത്. മച്ചു ഞാൻ ഫുഡ് കൊടുക്കുന്ന ആൾക്ക് പറഞ്ഞു നന്നായിട്ടാ. ഞാൻ വല്ലപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ കിൽഫീൽഡ് ഒക്കെ കാണാം. മച്ചു കേൾക്കുന്നുണ്ടോ? ആരാ ചത്തൊന്നും? മറ്റ് ഡൗൺ ആയെന്നാണ്. ആ മച്ചു ഓക്കെ. ഓക്കെ അപ്പൊ നമ്മളെ ഒരു ബ്ലാക്ക് ആണ് ഉള്ളത്. അപ്പൊ ബ്ലാക്ക് ആവുമ്പോ എത്ര തരേണ്ട വരും? ബ്ലാക്ക് ആകുമ്പോ 250. സാറേ 50-16 പമ്പില്ലേ, എടാ ഒന്ന് ഇത് നോക്കടാ. ഒരു അവിടെ ഒരാള് ബോധനായിട്ട് എടുക്കണ്ടേ. കൊച്ചാപ്പി ആ അതായത് നമുക്കിപ്പം വൈറ്റ് ആണ് നമ്മൾ 250 പറഞ്ഞത്. അപ്പം ബ്ലാക്ക് ഒരു വൈറ്റ് 250. അപ്പം ബ്ലാക്ക് ഒരു എത്ര കൊടുക്കേണ്ട വരും? ബ്ലാക്കിന്റെ ഇപ്പോഴത്തെ റേഷ്യോ വെച്ച് എത്ര കിട്ടും? ആദ്യം എത്ര അവര് പറഞ്ഞ? എനിക്ക് തോന്നുന്നു ഒരു 100 കൊടുത്താൽ മതി. ബ്ലാക്ക് ഒരു 100 കൊടുത്താൽ മതിയായിരിക്കും തോന്നുന്നു. 100 ഓക്കെ ആക്കണം. കാരണം 250 300 എന്തോ ആണ് നമുക്ക് നേരത്തെ പറഞ്ഞത്, മനസ്സിലായി. പിന്നെ ഇതിപ്പോ എന്തായാലും ഡീലാക്കണ്ട. ഇതിപ്പോ എന്തായാലും നമ്മൾ സംസാരിച്ചൊരു വാക്കാൽ ഒരു ഇത് കൊടുത്ത് നമുക്ക് പോയിട്ട് നാളെ നമുക്ക് ഷെയ്ൻ ബ്രോനെ മീറ്റ് ചെയ്യാം. അവരെ മീറ്റ് ചെയ്ത് അവരുടെ ഡീലും കൂടി സെറ്റ് ആക്കിയതിന് ശേഷമേ ബാക്കി കാര്യം ആക്കിയിട്ട് കാര്യമുള്ളൂ. കാരണം അവരുടെ റേറ്റിന്റെയും അവരെ ഇതെന്താന്ന് നമുക്ക് അറിയണമല്ലോ. നമ്മൾ അവരോടൊരു വാക്ക് പറഞ്ഞല്ലേ. പിന്നെ ബിസിനസ്സാണ്, ഈ പറഞ്ഞ പോലെ വാക്ക് അത്ര ഇതല്ല. നമുക്ക് എവിടെ ലാഭം കിട്ടുന്നോ അടുത്തേക്ക് നമ്മൾ ഇതാവാന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു വാക്ക് എടുത്തുകൊണ്ട് നമുക്ക് അവരെ ലീഡറിന്റെ അടുത്ത് എന്തായാലും പോയി സംസാരിച്ച് ബെറ്റർ ഡീൽ ഏതാന്ന് നമുക്ക് നോക്കാം. വാ ഹലോ ആയോ? റെഡി ആയോ ബോംബെ മച്ചു? എടാ കത്തിയടാ 26 പേര് 25. ഇപ്പം പോ ഷമീർ ആ മാമ ഗണ്ണെടുക്കല്ലേ ഷമീർ ബ്ലാക്ക് അപ്പോ നമുക്ക് 1:2.5 ൽ നോക്കാം. എടാ ഗണ്ണെടുക്കല്ലേ ഓക്കെ. അപ്പൊ എത്ര ഞാൻ അപ്പൊ ഈ പറഞ്ഞ പോലെ 250 വൈറ്റിന് ബ്ലാക്ക് 100 CR. 100 CR. ഒന്ന് മാറുന്നോർത്തൊന്നും പറഞ്ഞിട്ട് സമാധാനായി. മല്ലേ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് വർക്കല്ലാന്നടാ. എന്താടാ? ഇല്ല ഞാൻ തല്ല കുഴപ്പമില്ല. തല്ലുണ്ട്. ഹലോ മാമോ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു ടീമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറൊരാളോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ ഡീൽ ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഈ പറഞ്ഞ പോലെ ഇത് ഓക്കെയാണ്. 100 ബ്ലാക്ക് 250 വൈറ്റ് സംഭവം ഡീലാണ്. ബാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് നാളെ അവരെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നാളെ നൈറ്റ് നമുക്ക് ഇതേ സമയത്ത് തന്നെ ബാക്കി ഡീലിങ്സ് റെഡിയാക്കാം. അതല്ലേ നല്ല? നോ ഇഷ്യൂസ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും കണ്ടിട്ടാ മതി. നമ്പർ ഉണ്ടല്ലോ, ഞാൻ കോൾ ചെയ്തോളാം. ഓക്കെ. കൊച്ചാപ്പി നമ്പർ മേടിച്ചോ മാമന്റെ? മേടിച്ചില്ല. നിങ്ങൾ വേറെ ആരുടെങ്കിലും നമ്പർ വാങ്ങണോ? വേറെ ആരുടെങ്കിലും നമ്പർ വാങ്ങണോ? അല്ല വായിച്ച അല്ല പാപ്പിയല്ല രണ്ട് നമ്പർ കിട്ടിയായിരുന്നോ കൊച്ചാപ്പി? ഇത് ഷമീറല്ലേ മാമാന്ന് വിളിക്കണം കേട്ടോ. കിട്ടുന്നില്ല.
അതെ നമ്മുടെ എന്റെ ഫോണൊക്കെ അടിച്ചു പോയത് ഞാൻ. ഇവന്മാരെല്ലാം മാമാന്ന് വിളിക്കുന്നുണ്ട്. പ്രായം ഉണ്ടെങ്കിലും മാമനെ വിളിക്കണ്ട. അല്ല ഞാൻ അങ്ങനെ വിളിച്ചോളാം. അല്ലല്ല, നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. എന്നോട് ഷമീർ ചോദിച്ചു അങ്ങനെ മാമ വിളിക്കുമ്പോ ഓക്കെ നമുക്ക് ആവോ, എന്തോ. മാമന് ഓക്കെ ആവോ എന്നോട് നേരത്തെ ചോദിച്ചു. എടാ അലൻ അഫ്കാണോ? അലനെ എടാ ഒന്ന് നിന്റെ നമ്പർ കൊടുക്കടാ. മച്ചു വന്നോ? മച്ചു നമ്മള് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ആ ഓക്കെ ഓക്കെ. എന്താ ലാസ്റ്റ്? അതായത് ഞാൻ പറഞ്ഞുതരാം. കേക്കുന്നുണ്ടോ മച്ചു? അപ്പൊ ഞാൻ ഇപ്പം 250 വൈറ്റിനാണ് ഇപ്പൊ ഡീലാക്കിയിട്ടുള്ളത്. അപ്പൊ കിട്ടുന്നുള്ളൂ. ഞാൻ ലാസ്റ്റ് ചോദിച്ചത്. അതെ അപ്പൊ 250ക്ക് 100 ബ്ലാക്ക് കൊടുക്കണം. നീ നേരത്തെ പോയി കണ്ട ആളും പിന്നെ 1:2 ഇതന്നെയല്ലേ അതെ അത് തന്നെ പറഞ്ഞ. പക്ഷെ എന്നാലും നമുക്ക് അതെ മൂപ്പരെയും കൂടി ഒന്ന് പോയി കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് നാളെ ഡീലാക്കാം. അതെ ഇത് ഡീലായോ? അല്ല ഇതിപ്പോ ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു. നാളെ ഇപ്പൊ ഷെയ്ൻ ബ്രോനെ കണ്ടിട്ട് അവരെ ലീഡറുമായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് ഡീലാക്കാം. എന്റെ കാര്യം എങ്ങനെയാണ്? കമ്മീഷൻ അല്ലേ? അത് സെറ്റ് ചെയ്യാം. നാളെ ചെയ്താ പോരെ? നാളെ നീയും വാ, ഒരുമിച്ച് വാ. നാളെ നീയും വാ, ഒരുമിച്ച് വാ. 250 ഉറപ്പിച്ചില്ലേ? ഓക്കെ നല്ലൊരു തുടക്കാവട്ടെ. അതെ ഹീലിംഗ് ആണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞത്. സാധാരണ ഇപ്പൊ ആരും ഹീലിങ്സ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വെച്ചാൽ തീരാനാവുമ്പോ വീഡിയോ ചെയ്തിട്ട് ചെയ്യാൻ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര റേറ്റ് അല്ലേ എല്ലാത്തിനും? പൈസയും കുറച്ച്, സാധനത്തിന് പൈസ കൂട്ടുകയും ചെയ്തു. എനിക്കെന്നെ പൈസയും കുറച്ച്, സാധനത്തിന് പൈസ. ഇത് മറ്റൊക്കെ ചോദിച്ചോ എത്രയാണ് ഇതിന് ഓട്ടത്തിന് എമൗണ്ട് സെറ്റ് ചെയ്യാൻ? എങ്ങനെയാ? ഇല്ല അത് ചോദിച്ചില്ല. നീ വരാൻ എന്നാ ബാബാ കൊച്ചാപ്പി. ഇത് മറ്റേ പമ്പിലുള്ള പോലെ തന്നെ അല്ലേ? അതായത് 2 ഇമ്പോർട്ടിന് 5 എക്സ്പോർട്ട്, ഈ റേഞ്ച് തന്നെ അല്ലേ ഇവിടെ വരുന്നത്? എല്ലാ പമ്പെല്ലാം സെയിം തന്നെയാണോ? അപ്പോ നിങ്ങള് ഇത് എത്ര ഇവിടെ സാലറി കൊടുത്തോണ്ട് ആൾക്കാർ? 1 rupees. അല്ല പിള്ളേരൊക്കെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എടുക്കുന്നത് കൂടുതലും. ഇപ്പൊ ആരും ലാർജ് എടുക്കുന്നില്ല. നമ്മളങ്ങനല്ലടാ, ഞാൻ പറഞ്ഞില്ല. അതായത് ഞാനിവിടെ ലാഭത്തിനല്ല, മനസ്സിലായോ? പൈസ അത് മനസ്സിലായി. അല്ല ഇവർക്ക് ശരിക്കും ലാഭത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടാവുമല്ലോ, ഇത് എങ്ങനെ ചെയ്താലാണ് പ്രോഫിറ്റ് ഉണ്ടാവുക? ഒന്ന് ആൾക്കാർ വേണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നിങ്ങൾ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ പുറത്തുള്ള ഉണ്ടല്ലോ, ഞെക്കിയിട്ടുള്ള ജോബ്, അത് കുറച്ച് ശോകമാണ്. ഈ ഞെക്കിയിട്ടുള്ളത് കാരണം ആ ട്രക്ക് കുറച്ച് ശോകമാണ്. പക്ഷേ അതിന് നിങ്ങൾ എക്സ്പോർട്ട് അടിച്ചിട്ട് നിങ്ങൾ ഇതിന് ഇമ്പോർട്ട് അടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ലാഭം. അതെ അങ്ങനെ തന്നെയാണ് അവിടെ ചെയ്തോണ്ടിരുന്നത്. മറ്റടുത്ത് അങ്ങനെ തന്നെ ചെയ്തോണ്ടത്. പുറത്തുനിന്ന് വണ്ടിക്ക് 60 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെങ്കിലും ഇമ്പോർട്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. പുറത്തിടുന്നതിന് സാലറി ഒരു ഫിക്സ്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഉള്ളിൽ ആഡ് ആവില്ലേ ഓട്ടോമാറ്റിക്? അത് നിങ്ങൾ ഇടുന്നതാണ്. എമൗണ്ട് അല്ല പിന്നെ പുറത്തുനിന്ന് എക്സ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഇമ്പോർട്ടിലേക്ക് എക്സ്പോർട്ട് മാത്രമല്ല, പുറത്തുനിന്ന് ഇമ്പോർട്ട് അകത്തേക്ക് പമ്പിലത്തേക്ക് പമ്പിലേക്കുള്ള അത് ഏഡായി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ 2 ട്രിപ്പ് അടിക്കുമ്പോൾ ഇവിടെ ഏകദേശം പകുതിയോളം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റും. ആ വിൽക്കുന്നതാണ് നിങ്ങൾക്ക് വരുന്ന ലാഭം എന്ന് പറയുന്നത്. അതിലിപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ കയ്യിൽ 5 പേരുണ്ടെങ്കിൽ 3 പേരെ കൊണ്ട് നിങ്ങൾ ആദ്യം കുറച്ച് എമൗണ്ട് ഇതിലോട്ടേക്ക് ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ തീരുമാനിക്കുക എത്ര പൈസ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എക്സ്ട്രാറ്റ് തന്നെ കാണാൻ പറ്റും എത്ര കൊടുക്കുന്നുണ്ട്. അതിന്റെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലാഭം വേണമെന്നിട്ട് നിൽക്കില്ല. അതിന് പകരം നിങ്ങൾ കുറച്ച് ആൾക്കാരെ വിളിച്ച് അവരോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അവർക്കൊരു എമൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഇതില് വേറൊരു ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ജോബ് ആഡ് ചെയ്യുന്നതും പിന്നെ ആൾക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഗെയിം ബഗ് ഉണ്ട്.
അപ്പൊ സ്റ്റക്കായി പോകുമ്പോൾ നീ ഇറങ്ങി കയറേണ്ടി വരും. അത് കുഴപ്പമില്ല. അതായത് ആരാണോ നീ അസൈൻ ചെയ്യുന്നത് അയാൾ എന്താക്കേണ്ടി വരും, ഇറങ്ങി കയറേണ്ടി വരും. കുഴപ്പമില്ല, അത് ചെയ്യാം. ചില സമയത്ത് വരുന്നതാണ് അത് എല്ലാ സ്ഥലത്തുള്ള ഒരു ഇതാണിത്. പിന്നെ ഇതിലിപ്പോ നമുക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഷെമീറിന് തരാൻ പോകുന്നത് ഫുൾ ആക്സസ് ആണ്. അതായത് ഷെമീറിന് അപ്പൊ എനിക്കും മാമനും മാത്രമേ ഫുൾ ആക്സസ് ഉണ്ടാവും. ഫുൾ ആക്സസ് ഉണ്ടാവും. അതിനുശേഷം ഷെമീർ ഇപ്പൊ ആയിരിക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഷെമീർ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കൊടുക്കാവൂ. കാരണം അവർക്ക് പൈസ വിഡ്രോ അടക്കം ചെയ്യാൻ പറ്റും. അതായത് ഫുൾ ആക്സസ്. അതിന് താഴോട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഡെലിവറി അതായത് 3 ആക്സസ് മൂന്നെണ്ണാണ് വരുന്നത്. ഒന്ന് ഫുൾ ആക്സസ്, വേറെ ഒന്ന് അഡ്വാൻസ്ഡ് ആക്സസ്, പിന്നെ ഒന്ന് ബേസിക് ആക്സസ്. ഓക്കെ, ഈ അഡ്വാൻസ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അഡ്വാൻസ് ഇടുന്ന ആൾക്കാർക്ക് ഇവിടെ ജോബ് ഇടാൻ പറ്റും. പുതിയ ആൾക്കാർക്ക് ജോബ് ആഡ് ചെയ്യാനും പറ്റും, ജോബ് ഇടാം. കംപ്ലീറ്റ് ഓണർഷിപ്പ് എനിക്കും കിട്ടും, അങ്ങനല്ലേ? അതെ, അല്ല ഷെമീറിനും എനിക്കും ഓണർഷിപ്പ്. ഓക്കെ, ബാക്കി ഇപ്പൊ ഷെമീർ ആയിരിക്കും കൊടുക്കുന്നുണ്ട്. കൊച്ചാപ്പിക്ക് ഷെമീർ എന്ത് ചെയ്യാം, അഡ്വാൻസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ കൊച്ചാപ്പിക്ക് ഇവിടെ വന്നിപ്പോ ഷെമീർ ഇല്ലെങ്കിലും കൊച്ചാപ്പിക്ക് ഇവിടെ വന്നിട്ട് ജോബ് ഇട്ട് കൊടുക്കാം. മനസ്സിലായി. ഓക്കെ, ബാക്കി അതായത് പുറത്തുള്ള ആൾക്കാർ, അതായത് നിങ്ങളുടെ കൂടെ ഇല്ലാത്ത ആൾക്കാർക്ക് ബേസിക് കൊടുക്കും. ഓക്കെ, ബേസിക് കൊടുത്ത അവന്മാർക്ക് വന്നിട്ട് ഇവിടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഓക്കെ, ഓടുമ്പോൾ തന്നെ തിരിയും. അതെ, ഷെമീർ ഞാൻ ഇത് കാണിച്ചു തരാം.